നമസ്കാരം. വന്ന് ഹെലികോപ്റ്റർ ഇല്ലാതെ കല്യാണത്തിന് പോകാനും അമ്മായിപ്പനെ കാണാൻ പോകാനും ഒക്കെ പറ്റില്ലെന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് കടമെടുപ്പിന്റെ കാര്യത്തിലും സതീശൻ. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കടമെടുപ്പിനെ വല്ലാത്ത രീതിയിൽ വിമർശിച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു സതീശൻ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതപ്പോ വീണ്ടും കടമെടുത്തിരിക്കുന്നു. ഇത്തവണ 2200 കോടി രൂപയാണ് എടുത്തിട്ടുള്ളത്. അധികാരത്തിൽ വന്നിട്ട് വെറും 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഈ 3 മാസത്തിനിടയിൽ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി സതീശൻ 14,400 കോടി രൂപയാണ് ഈ സമയം വരെ ഉള്ള നമ്മുടെ കടമെടുപ്പ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കടമെടുത്തിട്ടുള്ളത്. നമ്മളെയൊക്കെ വലിയ കടത്തിലേക്ക് തള്ളിവിടുകയാണ്, വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ് UDF സർക്കാരും സതീശനും. ഇതൊരു വിസ്മയമല്ലേ? വിസ്മയമാണെന്നേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റെക്കോർഡല്ലേ. 3 മാസത്തിനുള്ളിൽ 14,400 കോടി രൂപ കടമെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമാണോ? അല്ലേ സതീഷ് ചേട്ടാ? എന്തായാലും ഈ ഹെലികോപ്റ്ററിൽ മൂപ്പർക്കിത്തിരി ഈയിടെയായിട്ട് കറക്കം കൂടുതലാന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തിനാണ് ഈ ഹെലികോപ്റ്റർ മേടിച്ച് ഇങ്ങനെ വാടകയ്ക്ക് മേടിച്ച് നമ്മൾ ഇട്ടിരിക്കുന്നത്? നമ്മുടെ സതീശന് ഇങ്ങനെ പറന്ന് കളിക്കാൻ വേണ്ടിയാണോ ബോറടിക്കുമ്പോൾ? അല്ലേ? അതെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ആകട്ടെ ഹെലികോപ്റ്റർ കണ്ട അപ്പം മൂപ്പർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കളയണം. എന്ന് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്ററെ കാണാൻ പോയതാണെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയതാണെന്നൊക്കെ പറയും. ഏത് ഇൻവെസ്റ്റർ എന്ന് ചോദിക്കാൻ പാടില്ല, ആരെ കാണാൻ പോയി, അത് ആരാണ് ആൾ എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തീർന്നു. അറിയാട്ടോ, കാടും വാർത്തയും വരെ മുക്കിക്കളയും, സൂക്ഷിക്കണം. അപ്പൊ എന്തായാലും ഈ ഹെലികോപ്റ്റർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് VK സനോജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി കേട്ടോ. നല്ല രസകരമായിട്ടുള്ള ഒരു ട്രോളാണ്. ഞാൻ അത് ആദ്യം ഒന്ന് വായിക്കാം. ശേഷം പിണറായി വിജയന്റെ ഒരു കമന്റും നമ്മുടെ സുധാകരൻ ഒരു തട്ട് കെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ടും കാണുക. അപ്പൊ ഇങ്ങനെയാണ് VK സനോജ് പറയുന്നത്. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കർണാടകയിലെ മംഗലാപുരത്തേക്ക് പറന്നത് മുൻ മന്ത്രി ആര്യാട മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാൻ. സർക്കാർ ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് പറന്നത് അജ്ഞാതനായ ഇൻവെസ്റ്ററെ കാണാൻ. ഇപ്പോ കർണാടകയിലെ തന്നെ കൂർഗിലേക്ക് പറന്നത് കല്യാണം കൂടാനാണത്രേ. എന്നിട്ട് കൂർഗിലേക്ക് പോയോ? ഇല്ല, കണ്ണൂരിൽ ഇറങ്ങി ഊണും കഴിച്ച് തിരികെ എറണാകുളത്തേക്ക് മടങ്ങി. അതായത് ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഹെലികോപ്റ്റർ എടുത്ത് കണ്ണൂർ വരെ പോയി ഊണ് കഴിച്ച് മടങ്ങി വന്നു. ചുമ്മാ ഒരു ടൈം പാസ്. ആരും ഒന്നും ചോദിക്കരുതേ. ഇനി ആരെങ്കിലും ചോദിച്ചാ ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതാണോ തെറ്റ് എന്ന് ചോദിച്ചു കളയും. വെറുതെ എന്തിനാ ആ സങ്കടം നമ്മൾ കാണുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായും കേട്ടോ. ഒരു പക്ഷേ ബുധനാഴ്ച ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ സതീശൻ കാണുമ്പോൾ ഈ ചോദ്യം ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കുമായിരിക്കും. അപ്പൊ മിക്കവാറും സതീശൻ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു 10-15 തവണ അവിടെ ഇരിക്കുന്ന ഫയൽ ഉണ്ടല്ലോ, അതോ തിരിച്ചും മറച്ചും ഒക്കെ കിട്ടും. പിന്നെ കുറച്ച് പേപ്പർ എടുത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ വെക്കും. ശേഷം ഒന്നിങ്ങനെ നോക്കിയിട്ട്, നിങ്ങൾ ദേശാഭിമാനിയല്ലേ, നിങ്ങൾ കൈരളിയല്ലേ, എത്ര തവണ ചോദ്യം ചോദിച്ചു, എത്ര തവണ നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഞാനിപ്പോ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാൻ പോയാണോ തെറ്റ് എന്നൊക്കെ അങ്ങ് വെച്ച് കാച്ചിക്കളയും. എന്തായാലും ബുധനാഴ്ചത്തെ ആ കോമഡികൾ കേൾക്കാൻ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി ഈ നമുക്കറിയാമല്ലോ, കാലടി സർവകലാശാലയിൽ സമരം ചെയ്ത കുട്ടികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് നമ്മുടെ ഗവർണർ DGPനെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അത് കേട്ടപ്പോൾ ഞാനും ആലോചിച്ചത്, സത്യത്തിൽ ആരാണ് കേരളം ഭരിക്കുന്നത്? ഈ എല്ലാവരും പറയുന്നത് പോലെ 3 BJPക്കാരെ വെച്ചുകൊണ്ട് നമ്മുടെ BJPക്കാരാണോ ഈ കേരളം ഭരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണർ ഈ പറയുന്നത് പോലെ നമ്മുടെ കേരളം ഭരിക്കുകയാണോ? ഇപ്പൊ UDF അല്ലേ കേരളം ഭരിക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയെന്നേ. എന്തായാലും പിണറായി വിജയൻ സതീശനെ ഓർമ്മപ്പെടുത്തേണ്ട, മോനെ കുട്ട, അതായത് UDF ആണ് കേരളം ഭരിക്കുന്നതെന്ന് ഇടയ്ക്കൊക്കെ ജനങ്ങളെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കടേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. ശേഷം സുധാകരന്റെ കാര്യം കൂടി പറയാം കേട്ടോ. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തിയത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വില കൽപ്പിക്കാതെ സംസ്ഥാന ഭരണത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഗവർണറുടെ നീക്കം ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും ജനാധിപത്യ സംവിധാനത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയുമാണ്. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം കൈയാളാൻ ഗവർണർ ശ്രമിക്കുന്നത് ആശ്വാസ്യമല്ല. ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് ഒരു നീതീകരണവുമില്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. 2016 നഭാം റിബയ കേസിലെ സുപ്രീം കോടതി വിധിപ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 163 ഗവർണർക്ക് അനിയന്ത്രിതമായ വിശേഷാധികാരങ്ങൾ നൽകുന്നില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ വിശേഷാധികാരങ്ങൾ പരിമിതമാണെന്നും ഏകപക്ഷീയമായ
തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്നും കോടതി പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രിയുമായോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായോ കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഗവർണർക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കാലടി സർവകലാശാല വിഷയത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് നിയന്ത്രിക്കുന്നത് തീർത്തും തെറ്റായ നടപടിയാണ്. സംസ്ഥാനത്തെ പോലീസ് ഭരണം RSSന് പണയം വെക്കുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത്. വകുപ്പ് മന്ത്രിയുടെ അനുമതിയോടെയാണോ പോലീസ് മേധാവി ഗവർണറെ കണ്ടതെന്ന കാര്യവും വ്യക്തമാവേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലും ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈകടത്തലുകൾക്കെതിരെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ അനുരഞ്ജന നിലപാട് മറ്റ് വകുപ്പുകളിലേക്കും ഇടപെടാൻ ഗവർണർക്ക് പഴുതൊരുക്കുകയാണ്. സർക്കാർ പാലിക്കുന്ന മൗനം വിധേയത്വമായി ഗവർണർ കാണുന്നുണ്ട്. സർക്കാരിന്റെ ഭരണഘടനാപരമായ ഫെഡറൽ അധികാരങ്ങളെയാണ് ഫലത്തിൽ ഗവർണർ വെല്ലുവിളിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ മേൽ ബലി കൊടുക്കാനുള്ളതല്ല, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ അമിതാധികാര പ്രവണതകൾക്കും ഭരണഘടനാ ലംഘനങ്ങൾക്കും മുന്നിൽ ഒരക്ഷരം മിണ്ടാൻ പോലും UDF സർക്കാർ ഭയപ്പെടുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ലോക്ഭവനിൽ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത വിഷയത്തിലും UDF സർക്കാർ കുറ്റകരമായ മൗനമായിരുന്നു പുലർത്തിയത്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ല. ചീഫ് സെക്രട്ടറി അതൃപ്തി അറിയിച്ചു എന്നാണ് അന്ന് പറഞ്ഞത്. മുമ്പ് LDF ഭരണകാലത്ത് രാജ്ഭവനിൽ നിന്ന് സമാധാനമായ കൈകടത്തലുകൾ ഉണ്ടായപ്പോൾ ശക്തമായ ഭരണഘടനാ പ്രതിരോധമുയർത്തി അതിനെ നേരിട്ട ചരിത്രമുണ്ട്. മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന് കത്തെഴുതുകയും ഉദ്യോഗസ്ഥരെ വിലക്കുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരമാധികാരവും അവകാശങ്ങളും പണയം വെച്ചുള്ള UDF സർക്കാരിന്റെ ഈ കീഴടങ്ങൾ വോട്ടർമാരോടുള്ള അവഹേളനം കൂടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ VD സതീശന്റെ തലയിലേക്കൊക്കെ ഇത് കയറൂ, ദൈവത്തിനറിയാം. അതായത് ഇവിടെ വാടേ എന്ന് ഗവർണർ വിളിച്ച എന്തേ എന്ന് പറഞ്ഞ് ചാടി ഓടിപ്പോകുന്ന VD സതീശനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരക്ഷരം പോലും കേന്ദ്ര സർക്കാരിനെതിരെയോ ഗവർണറുടെ ഇത്തരം നയങ്ങൾക്കെതിരെയോ നമ്മുടെ VD സതീശൻ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അത് മറ്റൊരു വിസ്മയം അല്ലെ. എന്തായാലും G സുധാകരന്റെ ഒരു വിസ്മയം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണാം. KC വേണുഗോപാൽ ഇരുത്തിക്കൊണ്ടാണ് മൂപ്പര് ഒരു വിസ്മയം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗത്തിന്റെ ഒരു പ്രസക്ത ഭാഗം അത് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത്. KSRTCയിൽ ആവശ്യത്തിന് ബസ്സുകളില്ല, ആധുനികവൽക്കരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല, ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്, യാത്രക്കാർക്കും ദുരിതങ്ങളുണ്ട്, KSRTCയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്നാണ് KC വേണുഗോപാൽ ഇരുത്തിയിട്ട് G സുധാകരൻ പറഞ്ഞത്. അതായത് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ഈ സർക്കാർ വന്നിട്ടെന്ന് ഇതിലും ഭംഗിയായിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക? KSRTC എന്ന് പറയുന്ന മേഖല പൂർണ്ണമായി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കാണുകയല്ലേ. LDF സർക്കാരിന്റെ കാലത്ത് UDF അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ച KSRTCയെ നമുക്കറിയാം ലാഭത്തിലേക്ക് നയിച്ചത് LDF സർക്കാരായിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പൊ അതേ തകർന്ന തരിപ്പണമായി പോവുകയാണ്. ഈ KSRTC ജീവനക്കാരൊക്കെ ശമ്പളം കിട്ടുമോ എന്ന് ഓർത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം ഈ താൽക്കാലിക ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ആ മേഖല മുച്ചൂടും തകർക്കുന്ന കാഴ്ച കാണുകയാണ്. എന്തായാലും അത് KC വേണുഗോപാലിനെ ഇരുത്തി G സുധാകരൻ പറഞ്ഞതൊന്ന് വാർത്തയായിട്ടുണ്ട്. ഇപ്പോ ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഈ G സുധാകരനെ അല്ലേ ഞങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് ആ കമ്മികളെ ചീത്ത പറയാൻ വേണ്ടി ഈ മുതലിനെ ഞങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നപ്പോ ഇങ്ങനെ ഞങ്ങൾക്കൊരു പണി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഇതാണ് പറഞ്ഞത്, ഇയാളെ ചുമന്നുകൊണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾക്കും പണി കിട്ടുമെന്ന്. എന്തായാലും മേടിച്ചു കൂട്ടിക്കോ. എന്തായാലും എന്ത് പറയാനാണ്. മൊത്തത്തിൽ കേരളത്തിൽ വല്ലാത്തൊരു കോമഡി ഷോ തന്നെയാണ് ഈ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഒരു ചായ കുടിക്കാൻ പോകാമായിരുന്നു.